എനിക്ക് എന്തെങ്കിലും അത്യാവശ്യം ജോലി ചെയ്തു തീർക്കാനുണ്ടെങ്കിൽ അന്നത്തെ ദിവസം പിന്നെ മഴ തോരത്തേയില്ല. ഈ മഴയ്ക്ക് പെയ്തിട്ടും കൊതി തീരുന്നില്ലേ എന്തോ കുറെ നാളുകൊണ്ട് ഇത് തന്നെ. ഈ ഫുട്പാത്തിൽ തുണി കച്ചവടം ചെയ്യാൻ വാരി ഇട്ടോണ്ടിരിക്കുന്ന പോലെ ഇരിക്കുന്ന എന്തിനാന്ന് വെച്ചാല് നമ്മുടെ കൊറിയർ അയക്കാനുള്ള സാധനങ്ങളാണ് കേട്ടോ ഇതെല്ലാം. കുറെ ഇന്നലെ അയച്ചായിരുന്നേ, ബാക്കി തുണികളെല്ലാം ഇന്ന് അയക്കാനുള്ളതാണ് ഈ നുള്ളി പറക്കി ഇട്ടോണ്ടിരിക്കുന്നത് കേട്ടാ. കൊറിയർ കയ്യിൽ കിട്ടുന്ന എല്ലാവരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് ഞാൻ എന്റെ ഇഷ്ടത്തിനാണ് എല്ലാ തുണികളും മേടിച്ചിരിക്കുന്നത് കേട്ടോ. എന്നെ തെറി വിളിക്കരുതേ ആരും. പട്ടുപാവാടകളിലെല്ലാം നന്നായിട്ട് കണിക്കൊന്ന പൂക്കള് പൂത്ത് ഒലഞ്ഞു കിടപ്പുണ്ട് കേട്ടോ. സത്യം പറഞ്ഞ പിള്ളേരുടെ പട്ടുപാവാടകൾ കണ്ടപ്പോ എനിക്ക് ഒന്ന് ഇടാൻ തോന്നി. ശീതുടിയുടെ തലമുടിക്ക് നീളം വെച്ച് തുടങ്ങിയപ്പോ കുത്തമ്പിനാറ് പോലെ മുകളിലോട്ട് നീണ്ടു തുടങ്ങി. സത്യം പറഞ്ഞത് താഴോട്ടല്ലേ വരേണ്ടത്. ഞങ്ങളുടെ വീട്ടിലെ വൻമരമായ അച്ഛന് പനി പിടിച്ചു ഗൈസ്. എനിക്കൊക്കെ ഒരു മാസത്തിൽ 350 പ്രാവശ്യം പനിയും ചീറ്റലുമായിരിക്കും. പക്ഷെ അച്ഛന് ഒരു വർഷം കൂടുമ്പോഴോ 2 വർഷം കൂടുമ്പോഴൊക്കെയാണ് വരാറുള്ളത് കേട്ടോ. അപ്പാപ്പന് പനി പിടിച്ചപ്പോ ശീതുട്ടിക്കും ചെറിയ പനിയും ജലദോഷം ഉണ്ട്. സയാമീസ് ഇരട്ടകളെ പോലെ ദേണ്ട ഇയാൾക്കും ചെറിയൊരു പനിക്കോളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുടുംബസമേതം സസന്തോഷം ഹോസ്പിറ്റലിൽ വന്ന് കുത്തുകൾ വാരി കൂട്ടിയിരിക്കുകയാണ്. വീടിന്റെ പടി കയറി കഴിഞ്ഞാൽ രണ്ടും കീരിയും പാമ്പുമാണ്. എന്നാൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ രണ്ടും ചക്കരയും അടയും പോലെയാണ്. ഞാൻ ഈ വന്ന് കുത്തിയിരിക്കുന്നത് ഹോസ്പിറ്റലിലല്ല കേട്ടോ. അമ്മയും അച്ഛനെയും ചെയ്തുവിട്ടേ വീട്ടിൽ പറഞ്ഞു വിട്ടിട്ട് കൊറിയർ ഓഫീസ് വന്നതാണ്. ഈ തേടിയ വള്ളി കാലി ചുറ്റി എന്ന് പറയുന്നത് പോലെ കൊറിയർ ഓഫീസിൽ കൊറിയർ അയക്കാൻ വന്നപ്പോ ദേ ഇരിക്കുന്നു ഞങ്ങൾക്കൊരു കൊറിയർ. അങ്ങനെ കൊറിയറൊക്കെ അയച്ച് ഒരുവിധം 2 മണിക്കൂർ കഴിഞ്ഞപ്പോ ക്ഷീണിച്ച ഒരു ബേക്കറിയിൽ വന്നായിരുന്നു കേട്ടോ വെള്ളം കുടിക്കാനായിട്ട്. ഞാനും മോനും ബേക്കറി കയറിയിട്ട് ഈ കപ്പൽ മുങ്ങിയതുപോലെ ഇരിക്കുന്ന എന്തിനാണെന്ന് വെച്ചാല് വെള്ളം ദാഹിച്ച് പണ്ടാരം തുടങ്ങിയപ്പോഴാണ് വെള്ളം കുടിക്കാൻ കയറിയത്. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് സാധനം വന്നില്ല. സബ്സ്ക്രൈബേഴ്സിന്റെ നിരന്തരമുള്ള അഭ്യർത്ഥന പ്രകാരം ഞങ്ങൾ ഷാർജ മാറ്റി പിടിച്ചെന്ന് മൊജീറ്റ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ മൊജീറ്റ എന്ന് പറയുമ്പോൾ നിങ്ങൾ കമന്റിൽ ഒന്ന് പറയും മൊഹീറ്റ ആണ് ചേച്ചിന്ന്. എന്നാൽ ഞാൻ മൊഹീറ്റ എന്ന് പറയാൻ നിങ്ങൾ കമന്റിൽ ഒന്ന് പറയും മൊജീറ്റ ആണ് ചേച്ചിന്ന്. ഞാനപ്പോ എന്താ പറയണ്ടേ? ചീതുട്ടിയുടെ കാലിൽ കിടന്ന ചെരുപ്പ് പൊട്ടിയതുകൊണ്ട് ചീതുട്ടിക്ക് ഒരു ചെരുപ്പ് വാങ്ങിച്ചേ. പിന്നെ മോനും വാങ്ങിച്ചായിരുന്നു. മോന്റെ ചെരുപ്പ് 2 മാസം മുന്നേ പൊട്ടിയതായിരുന്നേ. രാവിലെ 10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഞാൻ. ഹോസ്പിറ്റലിൽ പോക്കും കൊറിയർ ഓഫീസിൽ പോക്കും എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ വൈകുന്നേരം 5:30 മണിയായിട്ടോ. പുത്തൻ ചെരുപ്പ് കിട്ടേണ്ട സന്തോഷം ചീതുട്ടിയുടെ മുഖത്ത് നന്നായിട്ടുണ്ടല്ലേ. ദേ ഈ സാരിയാണ് നമുക്കിന്ന് കൊറിയർ വന്നതേ. നമുക്കല്ല, അമ്മയ്ക്ക്. അത് പിന്നെ തള്ള ചവിട്ടിയ പിള്ളക്ക് കേടില്ലെന്ന് പറയും പോലെ അമ്മയുടെ സാരി പിള്ള കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്നാ പിന്നെ സാരി കൊടുത്തൊരു പൂച്ച നടത്താൻ അങ്ങോട്ട് നടക്കാല്ലേ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ടാറ്റാ.